2.5%. സാധാരണ എത്തിപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് 10% വീതത്തിലാണ്. അതിന് 3 ഇരട്ടി എണ്ണ ചേർത്ത് നമ്മൾ 2.5% ആക്കും. അങ്ങനെ ആക്കിയിട്ട് ലൈറ്റായിട്ട് മാസത്തിൽ ആഴ്ചയിൽ ഒന്നാണ് കിട്ടുന്നതെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ആഫ്റ്റർ എവറി 4th ടാപ്പിങ് 4 ടാപ്പിങ്ങിന് ശേഷം 5ാമത്തെ ടാപ്പിങ്ങിന് മുമ്പായിട്ട് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നോർമലായിട്ടുള്ള പാല് നമ്മൾ 50 ടാപ്പിങ് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ 50 ടാപ്പിങ്ങേ വരുള്ളൂ. ആ 50 ടാപ്പിങ് കൊണ്ട് നമ്മൾ 100 ടാപ്പ് ചെയ്യുന്നതിൻ്റെ ഏകദേശം അടുത്തുള്ള പാല് വരും. അപ്പോൾ കൂലിച്ചെലവ് നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ലാഭകരമായിട്ട് തന്നെ അത് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 35% DRC എങ്കിൽ 40 to 44% വരെയും കിട്ടുന്ന തോട്ടങ്ങളുണ്ട്. ഭയങ്കര DRC ആണ്, ഹൈ DRC ആണ്. അപ്പോൾ അതുകൂടെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് തന്നെയല്ല മരത്തിൻ്റെ വണ്ണം കൂടി കഴിയുമ്പോഴത്തേക്കിനും പാലിൻ്റെ അളവ് കൂടുതൽ. ഭാവിയിൽ പട്ടമരപ്പിൻ്റെ തോത് വളരെ കുറവാണ്. കുറച്ച് പട്ടമരം വെച്ചിട്ടില്ലല്ലോ ഇതിനകത്ത് അത് കാണും എല്ലാ മരങ്ങളിലും. അതിൻ്റെ റീസൺ എന്താണ്? പട്ടമരപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു രോഗമല്ലത്, ഒരു ബയോളജിക്കൽ ഡിസോർഡർ നമുക്ക് പറയാം. ഒരു വെട്ടുമായിട്ടൊരു കോറിലേഷൻ ഉണ്ട്, പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. അതായത് എപ്പം ടാപ്പിങ്ങിൻ്റെ കാഠിന്യം കൂടുന്നു ആ സാഹചര്യത്തിൽ പട്ടമരപ്പിന് തോത് പോസിറ്റീവായിട്ട് കൂടും. കുറവാണെങ്കിൽ പാലിൻ്റെ DRC കൂടിയിരിക്കുകയാണെങ്കിൽ പട്ടമരപ്പ് കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ പട്ടമരപ്പ് കുറയ്ക്കാൻ കൂടെ വേണ്ടിയാണ് ഈ ടാപ്പിംഗ്. ഞാൻ ചേത്തക്കലെ 7 ബ്ലോക്കിൻ്റെ ചാർജായിരുന്നു നോക്കുന്നതായിരുന്നു ഈ ആഴ്ചയിലൊരുക്കി വെട്ടുന്നതിൻ്റെ. അത് അവിടെ 10% താഴെ 7% 8% ഒക്കെ പട്ടമരത്തുള്ളായിരുന്നു. പഴയ മരം 2002 മരം. കാരണം 3 ദിവസം ഒരിക്കലാണ് ആഴ്ചയിലൊരിക്കൽ വെട്ടുന്നുണ്ട്, 10 ദിവസം ഒരിക്കൽ വെട്ടുന്നുണ്ട്. അതേ ടാപ്പിംഗാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്, 10 ദിവസം. പക്ഷേ തൊട്ടടുത്ത ബ്ലോക്കിൽ ഒന്നിരാടം വെട്ടുന്ന സാറിൻ്റെ ബന്ധുക്കളുടെ മരങ്ങളിൽ പട്ടമരത്തിൻ്റെ തോത് ഇതിനേക്കാൾ കൂടുതലായി. ഇനി സാറിപ്പോൾ പറഞ്ഞതിൽ ഈ എത്തിപ്പോൺ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, സ്റ്റിമുലേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതാണ് ഈ മരുന്ന് ഉപയോഗം എന്ന് നാട്ടുപ്രദേശങ്ങളിൽ പറയുന്നത്. മരുന്ന് ഉപയോഗിക്കുന്ന പറയും ചിലർ എന്തെങ്കിലും പറയാറുള്ളത്, ഇതുപോലുള്ള ആളുകളെ മരം വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവർ എന്തോ ഒരു കെമിക്കൽ അത് തന്നെയാണ് എത്തിപ്പോൺ എന്ന് പറയുന്നത്. അത് ഇതിൽ ചേർക്കും. ഇത് ചേർക്കുന്ന ഇലയിരിക്കുന്ന റബ്ബർ വരെ പാല് വരെ ഇങ്ങനെ താഴെ വന്ന് കൂടിപ്പോയാൽ 3 വർഷം കൊണ്ട് നിങ്ങളുടെ മരം തീർത്തത് കൈത്തരും. ലോകം പറ്റിയിട്ട് 5-6 കൊല്ലമായി. അല്ല അത് അറിയത്തില്ലാത്തവർ പറയുന്നതാണ്. ഒരിക്കലും ഞങ്ങൾ റബ്ബർ ബോർഡിൽ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഇത് ചെയ്തിട്ട് 10-20 വർഷമായിട്ട് ചെയ്യുന്നതാണ്. സംശയം ചോദിക്കുന്നത് 10-20 വർഷമായിട്ട് ഇത് ചെയ്യുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ഭവനെന്തും ചെയ്യാം. പിന്നെ ടാപ്പർ സ്ലോപ്പ് ഇച്ചിരി കൂടി പോകുന്നുണ്ട്. പട്ടക്കന ഇച്ചിരി കുറയ്ക്കണം കേട്ടോ. അത് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പട്ടക്കന എങ്ങനെയാണ് പട്ടക്കനം കുറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് ഓരോ സിസ്റ്റത്തിൽ നമുക്ക് ഓരോ കനമാണ് നമ്മൾ പറയുന്നത്. അതായത് ഒന്നിനാടം വെട്ടുന്ന രീതിയില്ല. ഒന്നിനാടം വെട്ടുകയാണ് ഒരു പോസ്റ്റ് കാർഡ് കനത്തിൽ നമ്മൾ ടാപ്പ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോസ്റ്റ് കാർഡ് കനം. ഇനി നമ്മൾ ആഴ്ച 2 ടാപ്പ് ചെയ്തെങ്കിൽ 1.25 മില്ലിമീറ്റർ. ഈ കനം കുറച്ച് ചെയ്യുമ്പം തടിയിൽ തട്ടാതെ പറ്റും അല്ലേ? അല്ല, അതിനെക്കുറിച്ച് ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം 3 ദിവസം ഒരിക്കലാണെങ്കിൽ നമ്മൾ 1.25 മില്ലിമീറ്റർ പെർ ടാപ്പിംഗ് ആണ് വാർക്ക് അരിയേണ്ടത്. 1.25 മില്ലിമീറ്റർ. ഇനി ആഴ്ചയിലൊരിക്കലാണ് നമ്മൾ അല്പം കൂടെ കൂട്ടിയെടുക്കണം. അപ്പം ഞാനിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് ഇത് മില്ലിമീറ്റർ കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇതിന് 1.5 ഇത് 2ന്റെ ഇടയ്ക്കായിട്ട് വരും. മറ്റേ ആഴ്ചയിൽ ഒന്നാണ് ഈ 2 വരെ കടന്നു വരുന്നത്. ഇത്രയും ടാപ്പിംഗ്. അപ്പോൾ നമ്മൾ ടാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അടഞ്ഞു പോയ പാൽക്കൂട് തുറക്കുക എന്ന് പ്രക്രിയയാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 3 ദിവസം ഒരിക്കൽ വെട്ടുന്ന അത്രയും കാലത്ത് വെട്ടിയാൽ പോരാ, ആഴ്ചയിൽ ഒരിക്കൽ വെട്ടുകയാണെങ്കിൽ കനം കൂട്ടിയെടുക്കണം. ഇതിൻ്റെ ഇടവേള കൂടുതലായതുകൊണ്ട് പാല് കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിപ്പോൾ എന്ന ഔഷധം നമ്മൾ പ്രയോജനം. അപ്പോൾ കൂടുതൽ വീര്യത്തിൽ നമ്മൾ തേക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വെട്ടുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം ഒരിക്കൽ വെട്ടുകയാണ് നമുക്ക് 1 മാസം ടാപ്പിംഗ് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിന് ഞങ്ങൾ ബൂസ്റ്റർ ഡോസ് എന്നാണ് പറയുന്നത്. 5% വീര്യത്തിൽ കൊടുക്കാം. അത് നോർമലായിട്ട് അല്ലെങ്കിൽ ഒരു 6 ടാപ്പിംഗ് കൂടെ നമുക്ക് നോർമൽ കറ നമുക്ക് റബ്ബറിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അത് 3ാമത്തെ ടാപ്പിങ്ങിൽ, അത് 2 ടാപ്പിംഗ് കഴിഞ്ഞ് 3ാമത്തെ ടാപ്പിംഗ് മുമ്പായിട്ട് ഒന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നോർമൽ ടാപ്പിംഗ് 3rd ടാപ്പിംഗ് ആണ് കിട്ടും. അപ്പോൾ അതിന് അടുത്ത സംശയങ്ങളെ സാർ ചോദിക്കണം. ഒന്നും കൂടെ എനിക്കൊന്ന് പറയാനുണ്ട്. കാരണം ഈ ആദ്യകാലങ്ങളിൽ എന്നെ വിശ്വസിച്ചു. കാരണം ഞാൻ റബ്ബർ ബോർഡ് EDയുടെ അടുത്തൊക്കെ മീറ്റിംഗിന് വരുന്ന സമയത്ത് റബ്ബർ ബോർഡ് പരീക്ഷിച്ച ഒരു ശ്രമമാണ് ഇത്. കമ്പനികളും RPF, നമ്മുടെ സാറിൻ്റെ അളിയനുണ്ടല്ലോ, RPFിൻ്റെ വൈസ് പ്രസിഡന്റ്, അവരെയൊക്കെ ചെയ്യാൻ റബ്ബർ ബോർഡ് ഏൽപ്പിച്ച ജോലിയായത്. ഈ തോട്ടങ്ങൾ ആദായകരമാക്കി കർഷകന് വരുമാനം എടുത്ത് കൊടുക്കുന്ന കോൺട്രാക്ട് ടാപ്പിംഗ് അല്ലെങ്കിൽ അഡോപ്ഷൻ എന്ന് പറയുന്ന സ്കീം. അത് റബ്ബർ ബോർഡ് പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു 10 വർഷത്തിന് മുമ്പ് സാറിന് അറിയാൻ ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വന്നത്.
അങ്ങനെ ഈ പ്രദേശങ്ങളിലെ നിരവധിയായ കർഷകരുടെ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് പാട്ടക്കാരനായിട്ടും ഞാൻ ഇതെടുക്കുമ്പോൾ ഒരു പാട്ട പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ കുഞ്ഞിനെ ദത്തെടുക്കുന്ന സ്വഭാവത്തിൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞ ചിന്തയോടുകൂടി ഞാൻ എടുക്കുന്നത്. അത് യെസ് പക്ഷെ ഞാൻ അത് ചെയ്തത് ആ അർത്ഥത്തിലായതുകൊണ്ട് സാറിനെ പോലുള്ളൊരു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതേ അഭിപ്രായം പറയും. ഞാൻ ഗോവൻ്റെ ഗോവനെ ഏൽപ്പിച്ചിരിക്കുന്നു പറയുന്നത്. പക്ഷേ സാറിൻ്റെ അടുത്തേക്ക് ഈ നാട്ടിലെ നിരവധി ആൾക്കാർ സാറിൻ്റെ അടുത്ത് വന്ന് ഇലയിലുള്ള പാല് വിട്ടു, മരുന്ന് തേക്കും, ഇങ്ങനെ വിട്ടു അങ്ങനെ വിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇലയിലുള്ള പാല് ഊറ്റിയെടുത്ത് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ അടുത്ത് തന്നെ വന്നു. അപ്പോൾ ഞാൻ ചെയ്ത ഈ പ്രവർത്തനം വിജയിച്ചു. കർഷകർ സാറിനെ പോലുള്ള ഒരു ചെയർമാൻ്റെ മുന്നിൽ വന്നിരുന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചെയർമാന് സന്തോഷമായി. അങ്ങനെ ചെയർമാൻ പോയതിനു ശേഷം നിരവധിയായിട്ടുള്ള ED-മാർ RPC-മാരൊക്കെ എന്നെ വിളിച്ച് ഇതെങ്ങനെ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, എനിക്ക് അവർ എന്തെങ്കിലും ഒരിക്കൽ വരും. നമ്മുടെ ED പറഞ്ഞേക്കുന്നത് താമസിയാതെ ചടയമംഗലത്ത് വരുമെന്നാണ് പറഞ്ഞത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ IRS-കാരനാണ്. അദ്ദേഹം പറഞ്ഞത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഞാൻ സാറിനെ വിളിക്കും. ഷീല മാഡം വരുമ്പോൾ ഞാൻ വിളിച്ചിട്ട് സാർ വരും. അപ്പോൾ എനിക്കിപ്പം ഇത് ടോമി സാറിൻ്റെ അടുത്ത് എനിക്ക് ഇദ്ദേഹത്തെ നിർത്താൻ കഴിയുന്നുണ്ട്. അപ്പം ഈ മറുപടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പം ടോമി സാർ റബ്ബർ ബോർഡിനെ പ്രതിനിധീകരിച്ചിട്ട് പറയുന്നു. ഒരു സെക്കൻഡ് ഞാനപ്പോൾ ED-യും ചെയർമാനും ഒക്കെ ചോദിച്ച സമയത്ത് എങ്ങനെ ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ആൻസർ ഇതാണ്. സാർ ഇത് ശാസ്ത്രീയമായി ഞാൻ ടാപ്പിംഗ് അറിഞ്ഞിരിക്കണം, മരുന്ന് പ്രയോഗം അറിഞ്ഞിരിക്കണം, തോട്ട പരിപാലനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, റബ്ബറിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അതെല്ലാം പഠിച്ചു. പക്ഷെ അതൊന്നും അല്ല വിജയത്തിൻ്റെ അടിസ്ഥാനം. വിജയത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം. ആര് മരുന്ന് തേച്ച് ഇലയിൽ നിന്നുള്ള പാല് ഊറ്റുമെന്ന് പറയുമ്പോൾ ഗോവൻ അത് ചെയ്യത്തില്ല എന്നുള്ള ഒരു വിശ്വാസം ഇതുപോലെയുള്ള നിങ്ങളിപ്പോൾ ഇദ്ദേഹത്തിന് പ്രധാന പോലെയുള്ള ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ള ആളെ കൊണ്ട് റബ്ബർ ബോർഡിന് സെൻട്രൽ എക്സ്പെരിമെന്റേഷൻ 20 വർഷം ജോലി ചെയ്തതാണ് ചേർത്തക്കല്. അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ടാണ് വെളിയിലോട്ട് ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് പ്രൂവൺ ആണെങ്കിൽ മാത്രമേ അത് വെളിയിലോട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. ഒരു പുതിയ റബ്ബറിനെ കണ്ടുപിടിക്കാനുള്ളത് പ്രധാനപ്പെട്ടത് ഗവൺമെന്റ് ഈ ബോധവൽക്കരണം ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവന്ന് ആളുകളെ മനസ്സിലാക്കി എന്നെ പോലുള്ള സംശയമുള്ള പലരും കാണും. ആ സംശയം. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞു സാർ, ഇപ്പൊ ഇത് ക്യാമറ വീഡിയോ പിടിക്കുന്നുണ്ട്. ഞാനിത് ഒരു കാര്യം തീർത്ത് പറയുന്നത്, സാറിന്റെ തൊട്ടടുത്ത തോട്ടം സഹോദരങ്ങളുടെ തോട്ടമാണ്. ഇത് ഒരു കുടുംബ ഓഹരിയാണല്ലോ. അതിൽ ഒരു ഓഹരി എന്നെ ഏൽപ്പിച്ചു. ഞാനിത് LFT എന്ന് പറയും, ലോ ഫ്രീക്വന്റ് ടാപ്പിംഗ് D3 എന്ന് പറഞ്ഞ് ഇവിടെ ചെയ്യുന്നു. സാറിന്റെ തന്നെ മറ്റൊരു തോട്ടം പാരിപ്പള്ളിയിൽ D7 ചെയ്യുന്നു. പക്ഷെ ആ ബന്ധുവിന്റെ തോട്ടം D7 7 days ഒരിക്കലും D3 once in 3 days. അപ്പോൾ അത് ചെയ്യുന്നത് സാറിൻ്റെ സഹോദരങ്ങൾ ചെയ്യുന്ന ഒന്നിരാടമാണ്. ആ തോട്ടങ്ങളിലും മരങ്ങളിലൊന്നും ഈ മരുന്ന് തൊടാൻ പാടില്ല. കാരണം ഈ മരുന്ന് ഉപയോഗിക്കേണ്ടുന്നത് എവിടെയാണെന്ന് ആ ബോർഡ് പറഞ്ഞു. ഇടവേള കൂടിയ ടാപ്പിങ്ങിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെ, ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കലാണെങ്കിൽ 4 ടാപ്പിങ്ങിന് ശേഷം സാറ് പറഞ്ഞ 5ാമത്തെ ടാപ്പിങ്ങിന് 48 മണിക്കൂർ മുമ്പ് ഇത് ആദ്യമാണെങ്കിൽ ബൂസ്റ്റർ ഡോസും, രണ്ടാമത് അത് ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്. ലേസ് ആപ്ലിക്കേഷൻ ഉണ്ട്, പാനൽ ആപ്ലിക്കേഷൻ ഉണ്ട്. സാധാ റബ്ബർ വെട്ടുകാരനാണെങ്കിൽ കേട്ടോടെ. അപ്പോൾ അല്ല, അദ്ദേഹം നാട്ടിലുള്ള ആളാണ്. അതുപോലുള്ള ആളാണ് ഞാൻ കൊണ്ടുവന്നത്, മീരയുടെ അച്ഛനെ. പുള്ളി ഇവിടെ വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. മറിച്ച് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു അപകടമുണ്ട് സാറേ. പാട്ടക്കാർ ഇനിയിപ്പോൾ വില കൂടുന്നൊരു സമയത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മളെ മാർക്കറ്റിൽ എത്തിപ്പോൺ കിട്ടും. ഇതൊരു ചുമന്ന മരുന്നാണ്. ഈ മരുന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് തടി മുറിക്കുന്ന ആൾക്കാർ മുറിക്കുന്ന സ്ലോട്ടർ വെട്ടുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് തേച്ചുള്ളത് ഊറ്റിയെടുക്കും. അവർക്ക് യാതൊരു നിയന്ത്രണമില്ലാത്തത്. ഇത് നിയന്ത്രണമുള്ള ടാപ്പിങ്ങാണ്. അതിന് പകരം പാട്ടമെടുത്ത് ഇത് തേച്ച് മരുന്ന് വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് കർണാടകയിലെ കൃഷി നശിച്ചത് അതിവിടെ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കാനാണ് GNG പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട റബ്ബർ ബോർഡിൻ്റെയും കേരളിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഈ മരങ്ങൾ ടാപ്പ് ചെയ്യുന്ന ടാപ്പർമാർക്ക് ട്രെയിനിങ്ങും സാറിനെ പോലുള്ള ആൾക്കാരെ വിളിച്ച് ഇത് ഇന്നതാണ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഈ മരങ്ങൾ ഇങ്ങനെ D3യും D7 ചെയ്യുന്നത് വെച്ചാൽ, D3യിൽ നിന്ന് ഞങ്ങൾ D7ലേക്ക് പോയ മരമാണ് പാരിപ്പള്ളി. ആഴ്ച ഒരിക്കൽ വെട്ടുന്നതിന്റെ കാരണം സാറിന് കൂടുതൽ കാലം ആദായം എടുത്തു തരാം. സാറിന് ഇനി സാറിന്റെ ജീവിതകാലത്ത് ഇപ്പോൾ ഉടനെ ഒന്ന് മുറിച്ച് ഇത് ഞങ്ങൾ ഏൽക്കുന്നതിന് പകരം വേറൊരാളാണ് ചേരുന്നതെങ്കിൽ ഇവിടെ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് തടിക്കച്ചവടക്കാരാണ്. സാറിന്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളുടെ മരങ്ങളെല്ലാം മുറിച്ച് പോകുമ്പോഴൊന്നും സാറിന്റെ മരം മുറിക്കേണ്ടി വരില്ല. കാരണം അവരുടെ മക്കളെ കാലത്ത് മുറിക്കാൻ ഒക്കാത്ത പ്രയാസം കൊണ്ടാണ് തടിക്കച്ചവടക്കാർ വലിയ പ്രചരണം നടത്തുന്നത്. അത് മരുന്ന് വെച്ച് വെട്ടാണ്. കാരണം അവർക്ക് ഈ മരം മുറിച്ച് തടിക്കച്ചവടം നടത്തി അതിന്റെ ലാഭം കൊയ്യാൻ പറ്റത്തില്ല. ഇപ്പം മറ്റ് തേക്കോ പ്ലാവിനേക്കാൾ കൂടുതൽ വില ഇപ്പം ഇതിനാണ്. തേക്കിന് വിലയില്ല. അപ്പോൾ അതിന്റെ ആദായം പരമാവധി എടുത്തിട്ട്
നമുക്ക് മരം മുറിച്ച് കൊടുത്താൽ മതി. മരം മുറിച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? പിന്നെ ഇത് പന്നിക്കാടായിട്ട് മാറും. സാറിപ്പോൾ ഒരു പക്ഷേ ഇത് കൃഷി ചെയ്യേണ്ട സമയത്ത് ചെയ്തു, സാറിൻ്റെ മകനോ മകളോ മരുമകളോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതൊരു 20 വർഷം എന്നുള്ളത് 30 വർഷം നമുക്ക് ആദായം എടുത്താൽ 10 കൊല്ലം കൂടെ കഴിഞ്ഞ് പിന്നെ പ്ലാൻ ചെയ്ത് അല്ല നമ്മൾ ഈ ചെയ്യുന്ന അനുസരിച്ചിട്ട് 30 വർഷത്തിന് മുകളിൽ 40 വർഷം വരെ 40 വർഷം വരെ ആദായം. പാരിപ്പള്ളി കാറ്റത്തൊക്കെ ഒടിഞ്ഞൊന്നും പോയില്ലെങ്കിൽ. പക്ഷേ ഞങ്ങൾ മാർക്ക് ചെയ്തെടുക്കുന്ന മരങ്ങൾ അങ്ങനെ ചെയ്യും. പാരിപ്പള്ളിയിൽ സാറ് ടാപ്പ് ചെയ്യിച്ച മരങ്ങളാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അത് മുന്നോട്ട് പോകാൻ തടസ്സങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആഴ്ച ഒരിക്കലേക്ക് മാറിയത്. ഞങ്ങളെ ലാഭമല്ല അവിടെ നോക്കുന്നത്, സാറിൻ്റെ മരങ്ങൾക്ക് ദീർഘകാല ആദായം എടുത്ത് തരാൻ വേണ്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നത്. ഇവിടെയും ഇത് കൂടുതൽ കാലം ആദായം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടാപ്പിംഗുകാരന് ഇയാൾക്ക് എളുപ്പമാണ്, അവിടെയാണ് വീട്. എല്ലാ ദിവസവും വന്ന് അയാൾക്ക് എല്ലാ ദിവസവും വന്ന് ഈ മരം വെട്ടാനാണെങ്കിൽ ഇതാ എളുപ്പമെന്ന് പറയും. ഇവരെല്ലാം അത് പറയുന്നത്. പക്ഷേ ഇവരെയൊക്കെ ഞാൻ 7 ദിവസം ഒരിക്കൽ വെട്ടുന്ന മരങ്ങൾ വെട്ടുന്ന ഒരു ടാപ്പർക്ക് ആഴ്ചയിൽ 7 ദിവസം നിൽക്കുന്ന സനീഷ് കുമാർ 7 ബ്ലോക്കാണ് വണ്ടി ഓടിച്ച് പോയി വെട്ടുന്നത്. അയാളും എന്നോട് പറഞ്ഞത് എനിക്ക് ഈ ഒരു ബ്ലോക്ക് തന്നാൽ ഞാൻ അങ്ങ് 7 ദിവസം വെട്ടിക്കോളാം. അങ്ങനെയാണെങ്കിൽ സാറിന് ഈ കൃഷി കൊണ്ട് ഉപയോഗമില്ലാതെ വരും. സാറെന്ന് പറയുന്നൊരു പ്രതീകം. സാറിനെ പോലെ മറ്റ് കർഷകർക്ക് ഈ കൃഷി കൊണ്ട് ഉപയോഗമില്ലാതെ വന്നാൽ ഈ കൃഷി ഇവിടെ തീരും. ഇത് റബ്ബർ ബോർഡ് 75 വർഷം കൊണ്ട് ഇദ്ദേഹം ചേത്തക്കൽ ട്രെയിനിങ് അതിൻ്റെ ഭാഗത്ത് പ്രവർത്തിച്ചാലാണ്. 75 വർഷം കൊണ്ട് റബ്ബർ ബോർഡ് പറയുന്നത് ഇന്ത്യൻ റബ്ബർ ബോർഡിൻ്റെ വികസന നേട്ടങ്ങൾ അത് പേപ്പറിൽ ആ ഓരോ ഖണ്ഡികയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. മണ്ണിലിറങ്ങി ഓരോ ഖണ്ഡികയിലും ഉള്ളത് മണ്ണിലിറങ്ങി നിന്ന് ചെയ്യുന്ന ചെയ്വനെയാണ് നമ്മൾ ഇപ്പം അവിടെ വന്ന് ആ വഴി അവിടെ കണ്ടില്ലേ എനിക്കുള്ളതെന്ന് പറഞ്ഞു. അവിടെ സാറിൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് മരം ഇനി എടുക്കാൻ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എടുക്കേണ്ട സമയത്തേ എടുക്കൂ. അതാണ് ഇപ്പോൾ സാർ വന്നിട്ട് പറഞ്ഞത്. റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യാൻ 125 സെന്റിമീറ്റർ ബഡിയോണിൻ്റെ അവിടെ 120 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ ചുറ്റുമാണ് അതിന് മിനിമം വേണം എന്ന് പറയുമ്പോഴേ എത്ര ഇഞ്ച്? 20 ഇഞ്ച്. അതിന് മുമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ കണക്ക് 17 ചിലപ്പോൾ എടുക്കും. അപ്പോൾ തൈമരം ഒരിക്കൽ ടാപ്പിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ണം വെക്കും തോത് കുറഞ്ഞു പോകും. അപ്പം പിന്നെ വണ്ണം വെച്ച് കിട്ടത്തില്ല. അതെ, സാറിന് വേണ്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ 2 തുള്ളി പാല് കിട്ടും വിലയുള്ള സമയം. അപ്പം ഈ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് സാറിനെ പോലുള്ളവർ മനസ്സിലാക്കിയാൽ എന്നും അങ്ങനെയാണ്. മരങ്ങളുടെ എല്ലാ ഇടയ്ക്ക് മരങ്ങൾ നിർത്തിയിരിക്കുക സാറേ. പിന്നെ പ്ലാന്റിങ് ചെയ്യുമ്പം ക്ലോസ് പ്ലാന്റിങ് വന്നു കഴിഞ്ഞാൽ ഈ തൈമരം ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അതായത് ശരിയായ അകലത്തില്ല. ഇവിടെ എല്ലാം ഉള്ള ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ഇച്ചിരി അടുപ്പമാണ്. ഈ 2 ലൈൻ തമ്മിൽ ഒരു മിനിമം 20 അടിയോ 20-12 അതാണ് കറക്റ്റ്. ഈ ചെരുവുള്ള 12 അങ്ങോട്ട് ഈ തൈ തമ്മിൽ 12, 2 ലൈൻ തമ്മിൽ 20 അല്ലെങ്കിൽ 22-10 2 ലൈൻ തമ്മിൽ. എന്തിനാ അത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നട്ടാലേ ഈ പറയുന്ന ആ അളവിലുള്ള ഉൽപ്പാദനം നമുക്ക് കിട്ടും. അതായത് ഡീസോനൊക്കെ വെട്ടുമ്പോൾ നമുക്ക് നല്ല മരമായിരിക്കും, കൂടുതൽ കാലം നമുക്ക് ആദായം. എക്സ്പെർട്ടുകൾ ഒന്ന് പറഞ്ഞു തരും ഇങ്ങനെ വെക്കാൻ പറ്റും. അവരാണല്ലോ കുറ്റി വെക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനൊന്നും അറിയാം. ഞാൻ ഇവിടെ പോകുമ്പോൾ എല്ലാവരും ഇവിടുത്തെ എക്സ്പെർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തമ്പി എണ്ണനും ഈ നിൽക്കുന്ന ചേട്ടൻ്റെ പേരെന്തോ ഇവരൊക്കെയാണ് എക്സ്പെർട്ടുകൾ. കാരണം ഇവരാണ് മരം വെക്കാൻ നേരത്തും വെട്ടാൻ നേരത്തൊക്കെ മാറി. പ്ലാറ്റ്ഫോം കറക്റ്റാണ്.